മഹാദേവന്റെ ഈ മന്ത്രം യാതൊരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. കൂടാതെ അർത്ഥമറിഞ്ഞു വേണം മന്ത്രം ജപിക്കാൻ. മഹാദേവന്റെ അതിശക്തിയുള്ള ധനാകർഷണ മന്ത്രമാണിത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വിവിധ മാർഗങ്ങളിൽ നിന്നും പണം വരാനുള്ള വഴികൾ തുറന്നു കിട്ടും. കൂടാതെ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മനസ്സിലുള്ള അനാവശ്യ ഭയങ്ങൾ, ആശങ്കകൾ, ശത്രുദോഷം എന്നിവ അകലുന്നു. ഭവനത്തിലും ശരീരത്തിലും മനസ്സിലും അടിഞ്ഞുകൂടിയ നെഗറ്റീവ് ഊർജങ്ങൾ ഇല്ലാതാക്കുന്നു. ഈ മന്ത്രജപം മനസ്സിന് ശക്തിയും സ്ഥിരതയും നൽകുന്നു. ഭയത്തെ മറികടക്കാൻ സഹായിക്കുന്നു. ഭക്തിയോടെ ജപിക്കുന്നവർക്ക് പരമേശ്വരന്റെ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കും. മന്ത്രം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമം തിങ്കളാഴ്ചയാണ്. മറ്റ് ദിവസങ്ങൾ പ്രദോഷം, മഹാശിവരാത്രി എന്നീ ദിവസങ്ങളാണ്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിക്കിലേക്ക് നോക്കിയിരുന്ന് ജപിക്കാം. പണം പെട്ടെന്ന് ആകർഷിക്കാനും ധനം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ തെളിഞ്ഞു കിട്ടാനും ഈ മന്ത്രത്തിലൂടെ സാധിക്കും. കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവർക്ക് പണം വളരെ വേഗം തിരിച്ചു കിട്ടാനും ഈ മന്ത്രജപം സഹായിക്കും. ഈ മന്ത്രജപം ജീവിതത്തിലെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് ഊർജത്തെയും അകറ്റുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം ലഭിക്കാൻ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. കാണാതെ പഠിച്ച് നിത്യവും 108 തവണ ജപിക്കുക. മന്ത്രം ഓം ഹിലി ഹിലി ശൂലപാണയെ നമഃ. അർത്ഥം ശൂലപാണയെ എന്നത് ത്രിശൂലം കയ്യിലേന്തിയ പരമശിവനെ സൂചിപ്പിക്കുന്നു. ഇത് തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നു. മഹാദേവന്റെ ത്രിശൂലത്തിന്റെ രഹസ്യം സത്വം, തമസം, രജസം എന്നിങ്ങനെയാണ്. ഈ 3 ഗുണങ്ങളെയും നിയന്ത്രിക്കുന്ന പരമശക്തിയാണ് പരമശിവൻ. ഈ മന്ത്രം ജപിക്കുമ്പോൾ ആ ശക്തി ഭഗവാനിൽ നിന്ന് ഭക്തനിലേക്ക് പ്രവഹിക്കുന്നു. ഓം എന്നാൽ പ്രപഞ്ച ശബ്ദം. ഹിലി ഹിലി എന്നത് ശിവന്റെ ശക്തിയെ ഉണർത്തുന്ന ഒരു ബീജമന്ത്രമായി കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളും തടസ്സങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് ഊർജത്തെയും അകറ്റുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം ലഭിക്കാൻ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഓം മഹാദേവായ നമഃ.